ഒരു ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് ഈ ഒരു വണ്ടി നമുക്ക് തരുന്നത്. ഹലോ യൂട്യൂബ്, റൈഡേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹീറോ ഇയുടെ പുറത്തിറക്കിയ എക്സ്പ്രസ് ടി എന്ന മോഡലിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യ കാഴ്ച തന്നെ നോക്കുവാണെങ്കിൽ ഹീറോ ഈ വണ്ടിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റിട്രോ മോഡേൺ ലുക്കിലാണ്. ഒരു മോശമല്ലാത്ത ഡിസൈൻ തന്നെയാണ് ഹീറോ ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈയിടെ പുറത്തിറക്കിയ ഹോണ്ടയുടെ CB300Rൻ്റെ ഒരു ചെറിയൊരു റിസംബ്ലൻസ് നമുക്ക് ഈ വണ്ടിയിൽ കാണുന്നുണ്ട്. ഒരു സിംഗിൾ ചാനൽ ABS ആണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ വണ്ടിയുടെ എക്സോസ്റ്റും ഹീറോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫുൾ LCD ഡിസ്പ്ലേ ആണ് ഈ വണ്ടിയിൽ ഹീറോ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ കോൾ വന്നാലും നാവിഗേഷനും എല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, 2 ട്രിപ്പ് മീറ്റർ, ആവറേജ് ടൈം എന്നിവ ഇതിൽ ലഭ്യമാണ്. അതുകൂടാതെ തന്നെ ABSൻ്റെയും സൈഡ് സ്റ്റാൻഡിൻ്റെയും വാണിംഗ് ലൈറ്റും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് എൻജിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ട് ബട്ടണും കാണാം. ഇനി ലെഫ്റ്റിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ ഹൈ ബീമും ലോ ബീമും പാസും പിന്നെ അതിനോട് ചേർന്ന് ടേൺ ഇൻഡിക്കേറ്ററും അതിന് താഴെയായിട്ട് ഹോണിൻ്റെ സ്വിച്ചും കാണാം. പിന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ചോക്ക് ബട്ടണും വെച്ചേക്കുന്നത്. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഒരു ഫുൾ LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് നോക്കുവാണെങ്കിലും ഒരു LED യൂണിറ്റ് തന്നെയാണ് ടെയിൽ ലൈറ്റിൽ യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു സീറ്റ് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു സീറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ പിന്നിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ലഗേജൊക്കെ വെച്ച് കെട്ടാൻ പറ്റിയൊരു ചെറിയൊരു ടൈ പോയിൻ്റ് ഈ വണ്ടിയിൽ കാണാൻ പറ്റും. എൻ്റെ ഹൈറ്റ് ഒരു 179 സെൻറ്റിമീറ്ററാണ്. എനിക്ക് ഈ വണ്ടിയിൽ 2 കാലും കുത്തി തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. ഈ വണ്ടിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ആദ്യം തന്നെ ഈ ഒരു വണ്ടി നമുക്ക് തരുന്നൊരു ഫീൽ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരുന്നത്. അത്യാവശ്യം സ്മൂത്തായിട്ടാണ് ഗിയറുകളെല്ലാം വീഴുന്നുണ്ട്. ഈ ഒരു വണ്ടി ഒരു 200 cc കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ ഒരു 18.4 PS ആണ് 8000 RPM തരുന്നത്. അതുപോലെ തന്നെ ടോർക്കും 17.1 Nm 6500 RPM തരുന്നുണ്ട്.
അതിൻ്റെ നമുക്ക് ഫീൽ നമുക്ക് നല്ലപോലെ തന്നെ ഓടിക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. ഒരു കാർബറേറ്റർ സിസ്റ്റമാണ് ഇതിൻ്റെ ഫ്യൂൽ സിസ്റ്റമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വണ്ടി ട്രാഫിക്കിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് ഓടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ വണ്ടിയുടെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒരു 37 mm ഡയമീറ്റർ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റയറിൽ വരുവാണെങ്കിൽ ഒരു 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റി യൂസിനും ചെറിയ രീതിയിൽ നമുക്ക് ടൂറിങ്ങിനൊക്കെ ഈ വണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വണ്ടിയുടെ ബ്രേക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ആവറേജ് ബ്രേക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കുണ്ടും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടാക്കിൾ ചെയ്ത് പോകുന്നതാണ്. ഒരു 13 ലിറ്ററാണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരിക്കുന്ന ടാങ്ക് കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നല്ല മൈലേജ് ഈ വണ്ടി നമുക്ക് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഹീറോയുടെ എല്ലാ വണ്ടികളും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെ മൈലേജ് തരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കൺട്രോൾ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് തരുന്നുണ്ട്. അതിന് മെയിൻ കാരണം ഈ വണ്ടിക്കുള്ള വെയിറ്റാണ്. ഇത് 150 kg ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റായിട്ട് വരുന്നത്. എക്സ്പേർട്സിൻ്റെ എക്സ്ട്രോറും പ്രൈസ് എന്ന് പറയുവാണെങ്കിൽ 97,000 രൂപയാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ ഈ വണ്ടി നമുക്ക് പറയാൻ പറ്റും. ഒരു ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് ഈ ഒരു വണ്ടി നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് ഷെയർ ചെയ്യാനുള്ളത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.